സയന്റിഫിക് മെത്തേഡ് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലെ. ശാസ്ത്രത്തിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഞാനൊരു കാര്യം പറയുന്നു, ആ പറയുന്ന കാര്യം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ വേണം. അതുപോലെ അതിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഹൈപ്പോത്തസിസ് ഉണ്ടാവണം, ഒരു പരീക്ഷണം നടത്തി നോക്കണം, അതിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്തണം. ഇനി ഇത് മാത്രം പോരാ, ഞാൻ നടത്തുന്ന ഒരു പ്രഖ്യാപനം, ഒരു കണ്ടെത്തൽ നടത്തിയാൽ അത് ബാക്കിയുള്ള സയന്റിഫിക് കമ്മ്യൂണിറ്റി കൂടെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അത് സയൻസ് ആവുകയുള്ളൂ. ഞാൻ നടത്തുന്ന ഒരു കണ്ടുപിടുത്തം എനിക്ക് മാത്രമേ സാധിക്കൂ എന്നുണ്ടെങ്കിൽ അത് സയൻസ് അല്ല. അപ്പൊ ആര് ചെയ്താലും റിപ്പീറ്റബിലിറ്റി എന്ന് പറയും അല്ലെ, വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് സയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് കുറേയധികം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സയൻസ് നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങളിലൂടെ തന്നെയാണ് എപ്പോഴും പരിശോധിക്കപ്പെടുന്നത്. നമ്മളതിന് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയും. നോക്കൂ, അതിന് നമ്മൾക്ക് ഒരു തെളിവ് തന്നെ ഉണ്ടല്ലേ. രാമർ പിള്ളയുടെ പെട്രോൾ. രാമർ പിള്ള പെട്രോൾ കണ്ടുപിടിച്ചു, പക്ഷെ അതിനെ ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അദ്ദേഹം ഇലയുടെ ചാറെടുത്തിട്ട് ആ ചാറ് പുതിയൊരു ഇന്ധനമായിട്ട് പുള്ളി അവതരിപ്പിക്കുകയായിരുന്നു. അതിന്റെ കൂടെ അദ്ദേഹം രഹസ്യമായ ഒരു ഫോർമുലയോടെ ചേർക്കുന്നുണ്ട്. അത് ആരെയും കാണിക്കത്തില്ല. അത് രഹസ്യമായി വെച്ചുകൊണ്ട് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കുറേയധികം ആൾ ഏറ്റെടുത്തു അല്ലേ. കാര്യം 60 രൂപയ്ക്ക് 100 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന സമയത്ത് 50 രൂപയ്ക്കൊക്കെ പെട്രോൾ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് എല്ലാവരും ഇത് ഏറ്റെടുത്തു. പല ഭരണാധികാരികളും ഏറ്റെടുത്തു. പക്ഷെ അത് പിന്നീട് അത് തെളിയിക്കപ്പെട്ടു. IIT ചെന്നൈയിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ അത് തെറ്റാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അവകാശവാദം ശരിയല്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷനായിട്ട് പുള്ളി ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ടർപ്പൻറ്റൈൻ ആണെന്നുള്ളത് തിരിച്ചറിയുകയും അവിടെ വെച്ച് അദ്ദേഹം നാടകീയമായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും അതോടുകൂടി ആ ഒരു പച്ചില പെട്രോൾ എന്ന് പറയുന്ന സാധനം പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. എന്ത് പറഞ്ഞാലും അതെല്ലാം അംഗീകരിച്ചു തരാനായിട്ട് ശാസ്ത്രലോകത്തിന് പറ്റില്ല.